സ്ഫോടനത്തിലെ പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ കൂടുതൽ അന്വേഷണം. ഡൊമിനിക് മാർട്ടിൻ ബോംബുണ്ടാക്കിയ രീതി വിദേശ നമ്പറിലേക്ക് അയച്ചിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ഇയാളുടെ വിദേശ ബന്ധങ്ങളിൽ ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് അന്വേഷണം നടക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നേരത്തെ തന്നെ ഇത്തരം ചില സംശയങ്ങൾ, ഈ ഡൊമിനിക് മാർട്ടിന് വിദേശ ബന്ധമുണ്ട്, ഇയാൾ വിദേശത്ത് കുറച്ചുനാൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്, അന്ന് തന്നെ പല സംശയങ്ങളും ഉയർന്നു വന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അന്നൊന്നും ഈ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താതിരുന്നത്, ഇയാളുടെ ഈ വിദേശ ബന്ധങ്ങളെ കുറിച്ച് അന്വേഷിക്കാതിരുന്നത്? ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ വിദേശ ബന്ധങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത്? ടോം, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ദുബായിൽ കഴിഞ്ഞ അതിനു മുൻപ്, അതായത് കുറ്റകൃത്യം നടക്കുന്നതിന് 10 വർഷം മുൻപ് വരെ 10 വർഷത്തോളം ദുബായിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഡൊമിനിക് മാർട്ടിൻ. അതേസമയം ഈ കളമശ്ശേരി സ്ഫോടനം നടക്കുന്ന ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണവും ബന്ധപ്പെട്ട ദുബായിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ UAE-യിൽ അന്വേഷണം പരിധി നിശ്ചയിക്കുന്ന ചില ഘടകങ്ങളുണ്ടല്ലോ, നിയമപരമായ ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോയില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ദുബായിലെ ഒരു ഫോൺ നമ്പറിലേക്ക് ഈ ഡൊമിനിക് മാർട്ടിൻ ബോംബ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ അയച്ചു നൽകിയിരുന്നു, അതിൻ്റെ ദൃശ്യങ്ങൾ അയച്ചു നൽകിയിരുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് വീണ്ടും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുനരാരംഭിക്കുന്നതും ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി ഈ അന്വേഷണം വ്യാപിക്കാൻ പോലീസ് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം ഡൊമിനിക് മാർട്ടിനെതിരെയുള്ള വിദേശ തല അന്വേഷണത്തിന് അനുമതി നൽകിയിരുന്നതുമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഡൊമിനിക് മാർട്ടിനെതിരെയുള്ള അന്വേഷണം ദുബായിലേക്ക് വ്യാപിക്കാനും അതിനുള്ള നീക്കങ്ങൾ പോലീസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, 2023 ഒക്ടോബർ 29-നാണ് കേരളത്തെ തന്നെ അങ്ങേയറ്റം നടുക്കിയ തീവ്രവാദ ആക്രമണമെന്നൊക്കെ ആദ്യഘട്ടത്തിൽ വിചാരിച്ച ഈ വലിയ സ്ഫോടന പരമ്പരയുണ്ടാകുന്നതും അതേ തുടർന്ന് 8 പേരും മരിക്കുന്നതും ഉണ്ടാകുന്നത്. യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിൽ വെച്ച്, അതിൻ്റെ സമ്മേളനത്തിൻ്റെ 3-ാം ദിവസം 2500-ഓളം ആളുകൾ ആ കൺവെൻഷൻ സെൻറ്റർ, കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം വലിയ പുകയും തീയും ഒക്കെ ഉയർന്നതിനെ തുടർന്ന് അവിടെ ഒരു വലിയ ആൾക്കൂട്ടം, അതായത് ഈ ബ്ലാസ്റ്റ് ഉണ്ടായതിനെ തുടർന്ന് ആളുകൾ ഓടുകയും രക്ഷപ്പെടാൻ ഓടുകയും അലറി വിളിച്ചുകൊണ്ട് ഓടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വലിയ സ്റ്റാമ്പേഡ് പോലത്തെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് അത് നീങ്ങിയിരുന്നു. അങ്ങനെ തന്നെ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരാൾ ആ സ്പോട്ടിൽ വെച്ച് തന്നെ തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ നിരവധി പേരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടൊരു സംഭവം തന്നെയാണ്. ഒരു മരണം, ഒരു സ്ഫോടനമായിരുന്നു കളമശ്ശേരിയിലേത്. ആജ്ഞ, അന്ന് ഈ പ്രതി ഈ ഡൊമിനിക് മാർട്ടിൻ പോലീസിനോട് പറഞ്ഞത് തനിക്ക് യഹോവ സാക്ഷികളുടെ നേതൃത്വവുമായുള്ള വ്യക്തിപരമായ വിരോധമാണ് ഈ സ്ഫോടനത്തിന് പിന്നിലെന്നായിരുന്നു ഇയാൾ പറഞ്ഞത്. പക്ഷെ അന്ന് തന്നെ പല സംശയങ്ങളും ഉയർന്നതാണ്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഡൊമിനിക് മാർട്ടിനെ പോലുള്ള വ്യക്തിക്ക് എങ്ങനെ ബോംബ് ഉണ്ടാക്കാൻ കഴിഞ്ഞു, ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു തുടങ്ങിയ പല സംശയങ്ങളും അന്ന് ഉയർത്തിയതാണ്. പല കോണുകളിൽ നിന്നും അത്തരം പല സംശയങ്ങൾ ഉയർന്നിട്ട് പോലും പോലീസ് അത് ആ ഒരു തലത്തിൽ അന്വേഷിച്ചില്ല എന്ന ആക്ഷേപമൊക്കെ ഉയർന്ന ഒരു കേസ് കൂടിയാണ്. ഇതൊരു വിദേശ ബന്ധം ഇയാൾക്കുണ്ട് എന്ന് പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ അതിന് പിന്നിലൊരു നേരത്തെ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നതുപോലെ ഒരു തീവ്രവാദ ബന്ധം പരിശോധിക്കേണ്ടതുണ്ടോ? ആർക്കായിരിക്കാം ഈ ഡൊമിനിക് മാർട്ടിൻ ആ വീഡിയോകളൊക്കെ അയച്ചു കൊടുത്തത് എന്ന എന്തെങ്കിലും സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? ടോം, അത് സുഹൃത്തിന്റെ നമ്പറാണ് എന്നാണ് വ്യക്തമാകുന്നത്, എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ വ്യക്തത വരാനിരിക്കുന്നതേയുള്ളൂ. ആരുടെ നമ്പർ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. വിദേശത്തുള്ള, അതായത് അയച്ചു കൊടുത്തത് 3 പേർക്കാണ്. 3 പേരിൽ ഒരാൾ വിദേശത്തുള്ള ആളാണ്. ഈ വിദേശത്തുള്ള ആളിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനിയിപ്പോൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നതും. അത് ഡൊമിനിക് മാർട്ടിൻ്റെ സുഹൃത്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ അങ്ങനെയാണ് എത്തുന്നത്. പക്ഷേ ടോം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ഇത്തരത്തിലുള്ള ഒരു വലിയ ബ്ലാസ്റ്റ് വരുന്നു. അങ്ങനെ ഈ വലിയ ബ്ലാസ്റ്റിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണെന്നൊക്കെയുള്ള തരത്തിൽ കുറേ മുസ്ലിം യുവാക്കളെ ആ സമയത്ത് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഡൊമിനിക് മാർട്ടിൻ കുറ്റം സ്വയം ഏറ്റെടുത്ത് രംഗത്തേക്ക് വരുന്നത്. തുടർന്ന് അവരെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം. പിന്നീട് ആ ഒരു മേഖലയിലേക്ക്, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊന്നും
നടന്നില്ല എന്ന് വേണം കൃത്യമായി പറയാൻ. അതേസമയം ഇപ്പോൾ ഈ ഡൊമിനിക് മാർട്ടിന്റെ ഫോൺ പരിശോധിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ദുബായിലേക്കുള്ള ഒരു നമ്പറിൽ ഈ ബോംബിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഘട്ടങ്ങൾ, വിവിധ ഘട്ടങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പോയിട്ടുണ്ട്, അയച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ആ ഫോൺ പരിശോധിച്ചതിനെ തുടർന്നാണ് ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇയാളുടെ വിദേശ ബന്ധം അന്വേഷിക്കണം എന്നുള്ള തരത്തിലേക്കുള്ള അന്വേഷണത്തിനുള്ള ഉത്തരവ് അനുമതി നൽകിയത്. അങ്ങനെയാണ് ആ അനുമതിക്ക് രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിലെ പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ കൂടുതൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. ആലപ്പുഴ അർത്തുങ്കലിൽ ബാർ അടിച്ചു തകർത്ത് കൊട്ടേഷൻ സംഘം. അർത്തുങ്കലിലെ പള്ളിയിൽ കാസ എന്ന ബാറാണ് തകർത്തത്. അർത്തുങ്കലിലെ ചള്ളിയിൽ കാസ എന്ന ബാറാണ് തകർത്തത്. കൊടുവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി എത്തിയ സംഘം മദ്യവും അപഹരിച്ചു. സംഭവത്തിൽ ഒരാളെ അർത്തുങ്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഒരു ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നോ അതോ പെട്ടെന്നുള്ള പ്രകോപനമാണോ ഈ ഒരു ബാർ അടിച്ചു തകർത്ത് ഈ മദ്യമൊക്കെ അപഹരിക്കാനുള്ള സംഭവത്തിന് പിന്നിൽ? ടോമേ, ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. അർത്തുങ്കൽ ചള്ളിയിൽ കാസ എന്ന ബാറാണ് സാമൂഹ്യ വിരുദ്ധ സംഘം അടിച്ചു തകർത്തത്. 4 അംഗ സംഘമാണ് ഇന്നലെ കൊടുവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി അർത്തുങ്കലെ ബാറിലേക്ക് എത്തിയത്. ഇവര് രണ്ട് ഇരുചക്ര വാഹനത്തിലായാണ് ഇവർ ഈ ബാറിന്റെ അടുത്തേക്ക് എത്തുന്നത്. അവിടെ നിന്നും ഒരു മുണ്ടുടുത്ത ഒരാളും ഉൾപ്പെടെയുള്ളവർ രണ്ടുപേരും മഫ്ലർ ഉപയോഗിച്ച് മുഖം മറച്ചിരുന്നു. ഇവർ രണ്ടുപേരാണ് ആദ്യം അകത്തേക്ക് പ്രവേശിക്കുന്നത്. അവരെത്തി ജീവനക്കാരെ ഉൾപ്പെടെ ഈ കൊടുവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഇവരെത്തുന്ന ഒരു ബഹളത്തിൽ തന്നെ ജീവനക്കാരും ബാറിൽ മദ്യപിക്കാനായി എത്തിയ മറ്റുള്ളവരും ഇറങ്ങി പുറത്തേക്ക് ഓടുകയാണ്. അതിനുശേഷം ഇവർ കൗണ്ടറിലേക്ക് എത്തുകയും കൗണ്ടറിൽ മദ്യം അടുക്കി വെച്ചിരുന്ന അലമാരയുടെ ഭാഗത്ത് ഈ വാൾ ഉപയോഗിച്ച് വെട്ടി ആ ഗ്ലാസ് തകർക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച ഒരു ജീവനക്കാരൻ താഴേക്ക് വീഴുന്നുണ്ട്. അയാളെയും പക്ഷെ ഇവർ ഉപദ്രവിക്കുന്നില്ല. അയാളെയും ഭീഷണിപ്പെടുത്തി അയാളും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. തുടർന്ന് ഇവർ കൗണ്ടർ ആക്രമിച്ചതിന് ശേഷം ഈ കൗണ്ടറിനകത്തിരുന്ന വില കൂടിയ മദ്യങ്ങൾ ഇവർ കൈക്കലാക്കി. മാത്രമല്ല ഇവര് ക്യാഷ് കൗണ്ടറിൽ ക്യാഷ് സൂക്ഷിച്ചിരുന്ന പെട്ടിയും വെട്ടി തുറക്കാനായി ഇവർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. മോഷണ ശ്രമമാണ് അതിന് പിന്നിലുള്ള സംശയമാണ് ഈ ബാറിന്റെ ഉടമ സ്വാമിനാഥൻ പങ്കുവെക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇതിനു മുമ്പുള്ള എന്തോ വ്യക്തിവൈരാഗ്യം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഘം ഇവിടെ ഒരു ബിയർ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് തർക്കം നടന്നിരുന്നു. ആദ്യം അതിന് പണം നൽകിയിരുന്നില്ല. അങ്ങനെ ഒരു തർക്കം നടന്നിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു ചർച്ചയും സമമായ ചർച്ചയും ഒക്കെ നടന്ന് പിന്നീട് അത് പരിഹരിക്കപ്പെട്ടു പോയിരുന്നു. അതിന്റെ പകയാണോ എന്നുള്ള സംശയവും പോലീസിന് ഉണ്ട്. പക്ഷെ ബാറുടമ പറയുന്നത് അങ്ങനെയല്ല, ഇതൊരു മോഷണ ശ്രമമാണ് എന്നുള്ളതാണ് ഈ ബാറുടമയായ ചള്ളിയിൽ സ്വാമിനാഥൻ നമ്മളോട് വ്യക്തമാക്കിയത്.